കുടിവെള്ള പദ്ധതിയുടെ 25ാം വാർഷികം ആഘോഷിച്ച് ശ്രദ്ധ നേടുകയാണ് കാവിലുംപാറ സ്വദേശികൾ. കാവിലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് മലയിലെ 10 ഏക്കറിലാണ് കുടിവെള്ള പദ്ധതിയുടെ 25ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു കുടിവെള്ള പദ്ധതിയുടെ വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. കാവിലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് മലയിൽ 10 ഏക്കറിൽ കുടിവെള്ള പദ്ധതിയുടെ 25ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു കുടിവെള്ള പദ്ധതിയുടെ വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കാവിലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് മലയിലേക്ക് 1940കളിലാണ് ജില്ലയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും കർഷകർ കുടിയേറ്റം ആരംഭിച്ചത്. കാർഷിക വിളകൾക്ക് നൂറുമേനി വിളവ് ലഭിക്കുന്ന കരിങ്ങാടിൻ്റെ മണ്ണ് ഏവർക്കും ഏറെ പ്രിയപ്പെട്ടതായി മാറി. കരിങ്ങാട് 10 ഏക്കർ ഭാഗത്ത് താമസിക്കുന്ന 40 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഏറെ പ്രയാസം അനുഭവിച്ചു. ഏറെ ദൂരം തലച്ചുമടായി വെള്ളം കൊണ്ടുവരണം. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ 10 ഏക്കർ ഭാഗത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു. 2000-ൽ ജനകീയാസൂത്രണം നിലവിൽ വന്നപ്പോൾ 10 ഏക്കർ കുടിവെള്ള പദ്ധതിക്കായി കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് 50,000 രൂപ അനുവദിച്ചു. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങി കഠിനാധ്വാനത്തിലൂടെ അകലെ കുന്നിൻ പ്രദേശത്ത് തന്നെ കുളം നിർമ്മിച്ച് വൈദ്യുതിയുടെ സഹായമില്ലാതെ ജലം ടാങ്കിലെത്തിക്കുകയും 40 കുടുംബങ്ങൾക്കും കുടിവെള്ളം വിതരണം ചെയ്യുകയുമായിരുന്നു. പിന്നീടിങ്ങോട്ട് 10 ഏക്കർ ഭാഗത്ത് കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടായിട്ടില്ല. 2018-19 സാമ്പത്തിക വർഷത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 40 ലക്ഷം രൂപ കൂടി ഈ പദ്ധതിക്ക് അനുവദിച്ചതോടെ 10 ഏക്കർ കുടിവെള്ള പദ്ധതി മികച്ച കുടിവെള്ള പദ്ധതിയായി മാറിക്കഴിഞ്ഞു. 10 ഏക്കർ കുടിവെള്ള പദ്ധതിയുടെ 25ാം വാർഷികം വിവിധ പരിപാടികളോടെ നാട്ടുകാർ ആഘോഷിച്ചു. കുടിവെള്ളത്തിനായി ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിയ പരിശ്രമം വിജയം കൈവരിച്ചതിൻ്റെ 25ാം വാർഷികം കൂടിയാണ് 10 ഏക്കർ ഗ്രാമം ആഘോഷിച്ചത്. 25 വർഷം മുൻപ് കുടിവെള്ള പദ്ധതിക്ക് പണം അനുവദിച്ച അന്നത്തെ കാവിലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി സുരേന്ദ്രൻ മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തന്നെ നിങ്ങൾ 10 ഏക്കർ കുടിവെള്ള പദ്ധതി 25 വർഷം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞാൻ സുഗുണനോട് പറയുന്നത് ഇത് നമ്മുടെ നാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ട് നമ്മൾ വിവാഹ വാർഷികം വെക്കുന്നു? നമ്മുടെ ജീവൻ്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള കുടിവെള്ളത്തിന് വേണ്ടി വാർഷികം വെച്ച അത്ര ഉയർന്ന ബോധം കാണിച്ച ഈ കരിങ്ങാട്ടുകാരെ അഭിനന്ദിച്ചേ മതിയാകുമോ? അതാണ് ഞാൻ പറയുന്നത്. ഈ കമ്മിറ്റിയെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട. ഒരു കുടിവെള്ള പദ്ധതി ഒരു പ്രദേശത്തുണ്ടായപ്പോൾ അത് ഞങ്ങളുടേത് കൂടിയാണ് എന്ന ഒരു തോന്നൽ നിങ്ങളിലുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് കൂടി പങ്കാളിത്തമുള്ള എൻ്റേത് കൂടിയായ ഞാനും കൂടി സംരക്ഷിക്കുന്ന പദ്ധതിയാണിത്. ജനകീയാസൂത്രണത്തിൻ്റെ കാതൽ അതാണ്. ഇതെൻ്റേത് കൂടിയാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. അതുകൊണ്ടാണ് ജനകീയാസൂത്രണത്തിൻ്റെ 25 വർഷമാകുമ്പോൾ ആ ബോധ്യം ഇപ്പോഴും നിലനിർത്തുന്ന ഒരു ജനവിഭാഗം ഈ കാവിലുംപാറ പഞ്ചായത്തിൻ്റെ ഈ കിഴക്കൻ മലയോരത്തിൻ്റെ അങ്ങേയറ്റത്ത് താമസിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ ഞാൻ ജനപ്രതിയാകുന്ന 21ാമത്തെ വയസ്സിലാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതും അതിനുശേഷം ആകുന്നത് അല്ലാണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെയാണ്. ഇന്ന് വരെ ഒരു കുടിവെള്ള പദ്ധതിയുടെയും വാർഷികാഘോഷം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല. അതിനുള്ള ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. ആദ്യമായിട്ട് നടത്തണം. ഇത് നിങ്ങൾ ഇപ്പം വിചാരിക്കുന്ന ആളൊന്നുമില്ല. ഞാനിവിടെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇത്ര മഹത്തരമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പല അത്ഭുതങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഇത് ഒരു മാതൃകയാണ്. ആ മാതൃകയെ അഭിനന്ദിക്കുകയാണ്. ഞാനിത് എൻ്റെ ഉള്ളിൽ തട്ടി പറയുന്നതാണ്. പി വിനോദൻ സ്വാഗതം പറഞ്ഞു. കാവിലുംപാറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ശ്രീധരൻ മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. രതീഷ് KC റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർമാരായ പി പുരുഷോത്തമൻ, KV തങ്കമണി, രജീഷ് KV, ബാബു PK, PG സുധീഷ്, ബിജു മംഗലത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഷിബിന പ്രജീഷ് നന്ദി രേഖപ്പെടുത്തി. കുടിവെള്ള പദ്ധതിക്കായി അക്ഷീണ പ്രയത്നം നടത്തിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ബിനീഷ് CT തയ്യാറാക്കിയ 10 ഏക്കർ കുടിവെള്ള പദ്ധതിയെ പറ്റിയുള്ള ഷോർട്ട് ഫിലിം പ്രദർശനവും ചടങ്ങിൽ വെച്ച് നടന്നു. നാട്ടുകാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. RK സുഗുണൻ,
ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി.